സിനിജി ഇന്ന് NDTV ദേശീയ മാധ്യമം NDTV ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. നമ്മുടെ ഗസയിൽ ഇന്ത്യൻ ഉൽപ്പന്നമായ പാർലേജി 5 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന പാർലേജി അവിടെ വിൽക്കപ്പെടുന്നത് 2400 രൂപ ഇന്ത്യൻ കറൻസി. പിന്നീട് പറയുന്നു വേറെ പല ഉൽപ്പന്നങ്ങളുടെയും വില ഇതേപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് വില കുറയുന്നത്. അവിടുത്തെ ഒരു ഗാസ സ്വദേശി മുഹമ്മദ് ജവാദ് എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റും അവർ പങ്കുവച്ചിട്ടുണ്ട്. അയാളുടെ കുഞ്ഞിന് ഈ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിയിരുന്നു മുൻപ്. അതിന് 1.5 യൂറോ ആയിരുന്നു ആദ്യത്തെ വില. ഇപ്പോൾ അത് 24 യൂറോ. അപ്പോൾ അത് ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ 2400 എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു വില വരുന്നത്. ആ വാർത്തയിൽ തന്നെ പറയുന്നു ചിലർ ഇതൊക്കെ അവിടെ പിന്നെ ദുരിതാശ്വാസ സഹായമെന്ന നിലയിൽ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് സൗജന്യമായി. ചിലർ ഇത് കൈയടക്കുന്നു, അങ്ങനെ ഇത് കരിഞ്ചന്തയിൽ വിൽക്കുന്നു. അങ്ങനെയാണ് ഇതിന് ഈ ഭീകരമായ വില വരുന്നത്. അങ്ങനെ എന്താണ് അവിടെ അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയില്ല, ഈ ഗസയിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഗസ എന്ന് പറയുന്നത് പലസ്തീനികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് നിന്ന് പരമാവധി ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ പോകരുതെന്ന് നിർബന്ധിക്കുന്ന ടീമിനെയാണ് നമ്മൾ ഹമാസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇറാൻ്റെ പിന്തുണയോടെ അവിടെയുള്ള ഹമാസുകാരാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന പലസ്തീൻകാരെ പോലും തടഞ്ഞു നിർത്തുന്നത്. 23 ലക്ഷത്തോളമാണ് അവിടുത്തെ ജനസംഖ്യ. അതിൽ പകുതിയോളം പേർ പലായനം ചെയ്തു പോയി. ബാക്കിയുള്ള 13 ലക്ഷത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം പേര് ഇപ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകളിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വ്യോമാക്രമണത്തെയും അല്ലെങ്കിൽ ആർമിയുടെ ഒരു സാന്നിധ്യത്തെയും ഒക്കെ ഭയപ്പെടാതെ നിൽക്കണമെങ്കിൽ ഇവർക്ക് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് പോകണം. അങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് ഇവർ മാറുന്നു. അങ്ങനെയാണ് ഗസയിലെ ജനങ്ങൾക്ക്, പലസ്തീൻകാർക്ക് സുരക്ഷിതമായ ക്യാമ്പുകൾ നിർമ്മിക്കുന്നത്. ഈ ക്യാമ്പുകളിലേക്ക് ഇസ്രയേൽ തന്നെ ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുക്കും. കൂടാതെ UN-ൻ്റെ എയ്ഡ് നൽകുന്നുണ്ട്. UN എയ്ഡ് എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹായം നൽകുന്നതാണ്. അവർ നൽകുന്ന പൈസ കൊണ്ടാണ് ഈ ഫുഡ്, കുട്ടികൾക്കുള്ള മരുന്ന്, അല്ലെങ്കിൽ ബേബി ഫുഡ്, മറ്റേ മുതിർന്നവർക്കുള്ള ആഹാരത്തിന് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിതരണം ചെയ്യാൻ ആൾക്കാർ വരും. ഈ വിതരണം ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരിൽ ഏറിയ പങ്കും ഹമാസുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഹമാസിൻ്റെ പ്രവർത്തകരോ ആണ്. കാരണം ഇവർ വന്ന് നിൽക്കുന്ന വോളണ്ടിയർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം UN നിശ്ചയിച്ചിരിക്കുന്ന വോളണ്ടിയറാണ്. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ വോളണ്ടിയറുടെ കുപ്പായം വിട്ട് വന്ന് നിൽക്കുന്നത് ഈ ഹമാസുകാരാണ്. അപ്പോൾ ഈ ട്രക്ക് വരുന്ന വഴിയിൽ തന്നെ ഹമാസ് ഇതിലൊരു പങ്ക് തട്ടിയെടുത്തിട്ട് ഇത് വളരെ കൃത്യമായിട്ട് അവരുടെ ബങ്കറുകളിലേക്ക് നീക്കും. എന്നിട്ട് ഇത് കരിഞ്ചന്തയിൽ വിൽക്കും. അപ്പോൾ കരിഞ്ചന്തയിൽ വിൽക്കുന്ന സമയത്ത് ഇത് വാങ്ങാൻ പലസ്തീൻകാർക്ക് സാധിക്കും. കാരണം പലസ്തീൻ ജനത തൊഴിൽ തേടി ചെല്ലുന്നത് ഇസ്രയേലിൻ്റെ അടുത്താണ്. അപ്പോൾ ഇസ്രയേൽ ജനത അവർക്ക് തൊഴിൽ നൽകുന്നു, സാമ്പത്തികമായിട്ട് അവർക്ക് നേട്ടമുണ്ടാകുന്നു. ഈ പണം കൊടുത്തിട്ട് അവർ കുട്ടികൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു. ഈ വാങ്ങിച്ചു കൂട്ടുന്ന വൻതോതിൽ ഉയർന്ന പൈസയ്ക്കാണല്ലോ സൗജന്യമായി നൽകുന്ന സാധനങ്ങൾ തട്ടിയെടുത്തിട്ട് കരിഞ്ചന്തയിൽ വിറ്റ് ആ പണം സമ്പാദിച്ചാണ് ഹമാസിലെ ഭീകരവാദികൾ പണക്കാരാകുന്നത്. അപ്പം ആ രീതി തുടരുമ്പോൾ UN-ൻ്റെ ഇടപെടലുള്ളതുകൊണ്ട് ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ കാലാകാലങ്ങളായിട്ട് ഈ സംഭവം തുടർന്ന് വന്നപ്പോൾ ഇസ്രയേൽ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന ഫുഡ്, നമ്മൾ കൊടുക്കുന്ന എയ്ഡ് എല്ലാം തന്നെ ഹമാസിൻ്റെ ആളുകൾ തട്ടിയെടുക്കുകയും അവർ വോളണ്ടിയർ എന്ന് പറയുന്ന കുപ്പായം ഇട്ടുകൊണ്ട് ഇത് മോഷ്ടിച്ചുകൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ലോകരാജ്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. വീണ്ടും ഈ ഹമാസ് അവിടെ ശക്തി പ്രാപിക്കുകയും ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു. അതോടുകൂടി ഇസ്രയേൽ തുടർച്ചയായിട്ട് ആക്രമണം നടത്തുകയും ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ ആക്രമണം കൊണ്ട് 1000 പേർ വരെ കൊല്ലപ്പെട്ടു. അന്ന് പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ കൊല്ലുന്നു, പട്ടിണിക്കിടുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഇസ്രയേൽ പുതിയൊരു നീക്കം നടത്തി. ദ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുന്നു. അമേരിക്കയുമായിട്ട് സഹകരിച്ചാണ്. എന്നിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾ നൽകുന്ന ഫുഡ്, മരുന്ന്, ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നത് ദ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഫൗണ്ടേഷൻ 4 ക്യാമ്പുകൾ ആദ്യം തുറക്കുന്നു. ഈ 4 ക്യാമ്പുകളും തുറക്കുന്നത് ഇസ്രയേലിൻ്റെ പട്ടാള ക്യാമ്പുകൾക്ക് സമീപമാണ്. മാത്രവുമല്ല ഈ സ്ഥലത്തേക്ക് ഭക്ഷണമോ വെള്ളമോ വാങ്ങാൻ ആളുകൾ എത്തുമ്പോൾ അവിടെ IDF-ൻ്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വലിയൊരു സൈന്യം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായാൽ അവർ കാര്യം ചെയ്തോളും. ഇവിടെ ഹമാസ് വീണ്ടും പറയുന്നു, പലസ്തീൻകാരെ നിങ്ങൾ അവരുടെ നിന്ന് സൗജന്യമായി പോയി സാധനം മേടിക്കരുത്. കാരണം നിങ്ങളെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, പലസ്തീനിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ പലസ്തീൻകാർ പൂർണ്ണമായിട്ടും അത് ചെവിക്കൊള്ളുന്നില്ല. കാരണം അതിജീവനത്തിന്
ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ നിലകൊള്ളുന്നത്. അവർക്ക് ഭക്ഷണം വേണം, മരുന്ന് വേണം, വെള്ളം വേണം. ആരവരെ സഹായിക്കുന്നു അവർക്കൊപ്പം ഇവർ നിലകൊള്ളും. ഇവിടെ ഇത് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന വരുമ്പോൾ അവർക്കൊപ്പം ഇവർ നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മൊത്തം സുരക്ഷാ പരിശോധന ആദ്യം നടത്തും. എന്നിട്ട് ഓരോ കുടുംബത്തിലും എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിക്കും. ഈ അംഗങ്ങൾക്ക് ഇത്ര ദിവസത്തേക്ക് വേണ്ട ഫുഡ്, ഇത്ര ദിവസത്തേക്ക് വേണ്ട മരുന്ന്, ഇത്ര ദിവസത്തേക്ക് വേണ്ട കുട്ടികൾക്കുള്ള ആഹാരം, ഇതെല്ലാം കൃത്യമായിട്ട് നൽകുന്നു. ഒപ്പം ഈ സോപ്പ്, കുളിക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ നൽകുന്നു. അപ്പോൾ നിശ്ചിത ദിവസങ്ങളിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഹമാസിന് ഇടപെടാൻ പറ്റുന്നില്ല. അത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ അടിച്ചു മാറ്റി കരിഞ്ചന്തയിൽ വിറ്റ് പണമുണ്ടാക്കി ഹമാസിന് അതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറി. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഹമാസിൻ്റെ വലിയൊരു പ്രഷർ ഉണ്ടാകുന്നു. എന്നിട്ട് ഈ പറയുന്ന പലസ്തീൻ ജനത ഈ ക്യാമ്പുകളിലേക്ക് ഇടിച്ചു കയറുന്നു. എന്നിട്ട് അവിടുന്ന് ഫുഡ് പാക്കറ്റും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആകാശത്തേക്ക് വെടിവെച്ചിട്ട് പറഞ്ഞു, ഇത് വാണിംഗ് ആണ്, നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ, അവിടെ അക്രമം കാണിച്ചാൽ നിങ്ങളെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഇതോടുകൂടി ജനം ചിതറി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇത് കണ്ടോ കുട്ടികളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം. സത്യത്തിൽ അതല്ല സംഭവിച്ചത്. ഇസ്രയേലിൽ നിന്നും UN-ൽ നിന്നും കിട്ടുന്ന ആഹാരവും വെള്ളവും മരുന്നുമൊക്കെ മറിച്ച് വിൽക്കാനുള്ള ഗസയിലെ ഹമാസിൻ്റെ അവസരം തടസ്സപ്പെടുന്നു. ഇനി ഹമാസിന് ആ പൈസ കിട്ടില്ല. അതോടുകൂടി ഇവർക്കെതിരെ തിരിയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ ഭക്ഷണത്തിന് വില കൂടി, അല്ലെങ്കിൽ ഉള്ളിക്ക് വില കൂടി, പഞ്ചസാരയ്ക്ക് വില, ഇപ്പോൾ അവിടുത്തെ ഒരു വിനിമയ നിരക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും വിലയും കൂടി പറഞ്ഞു, അവിടെ ഇസ്രയേലി ഷേക്കലിലാണ് അത് കണക്കാക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കറൻസി വെച്ച് നോക്കുമ്പോൾ 24 രൂപ 57 പൈസ മൂല്യമുണ്ട് അതിന്. അവിടെ 1 കിലോ പഞ്ചസാര 4914 രൂപ, കുക്കിംഗ് ഓയിൽ 4177, ഉരുളക്കിഴങ്ങ് 1965, ഉള്ളി 4423, ഒരു കപ്പ് കോഫിക്ക് 1800 രൂപ. ഇതാണ് അവിടുത്തെ വില നിലവാരം. അപ്പോൾ നമുക്ക് ഊഹിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് സംഭവം. കാരണം ഇവർക്കെല്ലാം ഈ സൗജന്യമായി കൊടുക്കുന്ന സാധനം. കാരണം ഇസ്രയേലാണ് ഹമാസിനെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഗസയെ ആക്രമിക്കുന്നെങ്കിലും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 മാസമായി ഗസയിലേക്കുള്ള ട്രക്കുകളുടെ പോക്ക് ഇവർ നിയന്ത്രിച്ചിരുന്നു. പിന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദം വരുന്നു, UN-ൻ്റെ ഇടപെടൽ വരുന്നു. അങ്ങനെയാണ് വീണ്ടും ഇത് വരുന്നത്. വീണ്ടും വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിനി UN-ൻ്റെ സഹായം വേണ്ട, ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ അറിയാലോ. ദ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അമേരിക്കയുമായി സഹകരിച്ചിട്ടുണ്ടാക്കിയ സന്നദ്ധ സംഘടനയാണ്. അത് കഴിഞ്ഞപ്പോൾ ഹമാസിനൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഹമാസ് കുറേ നാൾ പാലസ്തീൻകാരെ തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവർ തിരിഞ്ഞില്ല. അതോടുകൂടി ഇവർ ഇപ്പോൾ ഗസയിലെ ജനങ്ങൾക്ക് ഒപ്പം നിന്ന് ഈ പറയുന്ന ഇസ്രായേലിനൊപ്പം ചേരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനി അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഉണ്ട്. ഈ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഒരു ജൂത കുടിയേറ്റം, ജൂത സെറ്റിൽമെൻറ്റ് കോളനികൾ സ്ഥാപിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. ഏതാണ്ട് 30 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയധികം ജൂത സെറ്റിൽമെൻറ്റ് കോളനികൾ സ്ഥാപിക്കുന്നത്. സ്വാഭാവികമായും ഈ സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് അവിടെയുള്ള പലസ്തീൻകാരെ മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അവർ പറയുന്ന അനുസരിച്ച് ആഹാരവും വെള്ളവും മരുന്നും മേടിച്ച് നിൽക്കുകയും ചെയ്താൽ ഇവർ മാറും. അങ്ങനെ മാറിയാൽ പിന്നെ ഹമാസിന് അവിടെ വേരുകൾ നഷ്ടപ്പെടും. ഹമാസിന് വേരുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദമില്ലാതെ ഇവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അത്ര വലിയ സാമ്പത്തിക അധപ്പതനത്തിലേക്ക് ഹമാസ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്ര കാലം സഹായിച്ച് ഇറാൻ്റെ ഈ പൈസയില്ല, അറബ് രാജ്യങ്ങൾ കൈവിട്ടു. ഈ പറയുന്ന ട്രക്കുകളിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് തട്ടിയെടുക്കുന്ന പരിപാടി അത് ഇസ്രായേൽ അവസാനിപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഹമാസിനെ ഒരു വട്ടത്തിനകത്തിട്ട് പൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ തട്ടിയെടുക്കുന്നു, കരിഞ്ചന്തയിൽ. ഇത് വാസ്തവം തന്നെയാണ്. ഇത്രയും കാലം ചെയ്തതിന് പിന്നിൽ UN-ൻ്റെ ഒരു കൈസഹായമുണ്ട്. കാരണം UN പറയുന്നു പാവല്ലേ, അവർ രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവർ രക്ഷപ്പെടില്ല. കാരണം ഹമാസിൻ്റെ നിലപാട് ഈ സൗജന്യമായി കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും തട്ടിയെടുത്തിട്ട് അത് 3 ഇരട്ടി വിലയ്ക്ക് വരെ മറിച്ച് വിൽക്കുന്നു. ഈ മറിച്ച് വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ പലസ്തീൻകാരുടെ പൈസയില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് ഇപ്പോൾ തെരുവിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുന്നത്, ഒരുമിച്ചുള്ള സമൂഹ അടുക്കളയിലെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. എന്നിട്ട് ഇതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോകമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ തന്ത്രമാണിതെന്നും ഹമാസിന് ഇപ്പോൾ ഇത്തരത്തിൽ കരിഞ്ചന്തയിൽ വിൽക്കാൻ സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇപ്പോഴും ഇത് വിൽക്കും. ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റോക്കൊക്കെ ഉണ്ടാകാമായിരിക്കാം. അങ്ങനെയും ചിന്തിച്ചൂടെ നമുക്ക്? സ്വാഭാവികമായും അത്തരം സ്റ്റോക്കുകളൊക്കെ വിറ്റഴിച്ച് ഇനിയെങ്കിലും അവിടെ ഒരു സമാധാനം പുലരട്ടെ. ഒരു അതിജീവനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം, അല്ലേ?